ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള തേൻ മിഠായിയാണ്. കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: അരി 150 ഗ്രാം, ഉഴുന്ന് 100 ഗ്രാം. ഇത് രണ്ടും നന്നായി കുതിർത്ത് വച്ചതാണ്. തലേന്ന് രാത്രിയിൽ ഇടുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ഫുഡ് കളർ. ഇത് രണ്ടും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പഞ്ചസാര പാവ് കാച്ചാൻ പാകത്തിനാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഇത് ഒരു മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അരിയും ഉഴുന്നും മാത്രം ആണ് ഇടുന്നത്. കണ്ടില്ലേ, ആ ഒരു ബൗളിൽ നേരെ ഉണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ഒരു നുള്ളു മതി. കണ്ടില്ലേ, ഇതുപോലെ അരച്ച് എടുക്കണം. ഇതിൽ വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ അരയ്ക്കാൻ. അത് വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഫുഡ് കളറ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കുഴയ്ക്കാം. ഒരു ചെറിയ സ്പൂണിൽ ഒരു 1/2 സ്പൂണോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഫുഡ് കളറ്. ഇതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം എന്താ പറയുക, അടച്ച് വെക്കണം. ഒരു മണിക്കൂറോളം നമ്മളിത് അടച്ച് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ബൗൾസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു ആ പ്ലേറ്റിൽ കുറച്ച് കയ്യിലും നെയ്യ് തേക്കുന്നുണ്ട്. ഉരുട്ടി വെക്കുന്ന ആ പ്ലേറ്റിലും ഈ വൈറ്റ് പ്ലേറ്റിലും ഞാൻ നെയ്യ് തേക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് തേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇത് ഉരുട്ടി ആ പ്ലേറ്റിലേക്ക് മാറ്റാം. തേൻ മിഠായിയുടെ ആ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ചെറുതായിട്ട് ഉരുട്ടി ഉരുളകളാക്കി ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഭയങ്കര റൗണ്ടായിട്ടല്ലല്ലോ, ചെറിയ ഷേപ്പാണത്. നല്ല റൗണ്ടല്ല. അപ്പം നിങ്ങൾക്കത് ശ്രദ്ധിച്ചറിയാം. അതുപോലെ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, ഞാൻ അടുപ്പിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഉരുളകളിടാം.
ഇത് ആ കളർ തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ? നമ്മൾ ഇടയ്ക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ശരിക്കും ആ തേൻ മിഠായിയുടെ കളറ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇടാം. ആ എണ്ണ അബ്സോർബ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഞാനിവിടെ ഒരു കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഒരു പാത്രത്തിൽ പഞ്ചസാര പാവ് കാച്ചാം. ഇത് നല്ല കമ്പി പരുവമൊന്നും ആവണ്ട കേട്ടോ. പഞ്ചസാര അലിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കില്ല. അലിഞ്ഞ് വെള്ളം കുറച്ചൊന്ന് വറ്റുന്ന ആ ഒരു പാകമാകുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ തേൻ മിഠായി നമ്മൾക്ക് ഇതിനകത്ത് ഇടാനുള്ളതാണ്. അപ്പോൾ പാവ് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്തേക്ക് പഞ്ചസാര കയറില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് വേണം നമ്മളത് എടുക്കാൻ. പഞ്ചസാര നന്നായിട്ട് ഉരുകട്ടെ. കണ്ടില്ലേ? ഈ ഒരു പാകമായാൽ മതി. ഒരുപാട് അവിടെ നമുക്ക് തീ കെടുത്തിയിട്ട് പാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന തേൻ മിഠായി ഇതിലേക്ക് ഇട്ട് വെക്കാം. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒരു 24 മണിക്കൂർ ഇതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് ഇടയ്ക്ക് ഒരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ? നമ്മുടെ തേൻ മിഠായി റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നാളെ വേറൊരു വിഭവമായി 1 മണിക്ക് കാണാം.